ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും ടെക്നിക് ഫോർ അവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്ന ഫ്ലൈറ്റ് മോഡിൽ നമ്മുടെ നെറ്റ് ഓൺ ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചെറിയൊരു ടോപ്പിക്കുമായിട്ടാണ്. അപ്പോൾ നെറ്റ് ഓൺ ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വഴിയിലൂടെ അറിയാം. അപ്പം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്യുന്നത് ഞാൻ ഇടുന്ന ടെക്നിക് പരമായ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ വീഡിയോസിനായി ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഫ്ലൈറ്റ് മോഡിൽ നെറ്റ് ഓൺ ആക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. പലർക്കും വിചാരിക്കും ഫ്ലൈറ്റ് മോഡിൽ എങ്ങനെയായിരിക്കും നെറ്റ് ഓൺ ആക്കുന്നത്. അപ്പോൾ അതിലൊരു ചെറിയ വഴി പോലെയൊക്കെയാണ് നെറ്റ് ഓൺ ആക്കുന്നത്. ഇതെനിക്ക് പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരനാണ്. എനിക്കറിയത്തില്ലായിരുന്നു, കൂട്ടുകാരൻ പറഞ്ഞു തന്നു. പിന്നെ ചില ഫോണിലൊന്നും ഇത് വർക്ക് ആവത്തില്ല. അവൻ്റെ ഫോണിൽ തന്നെ അവൻ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ ചില ഫോണിലൊക്കെ ഞാനിത് എൻ്റെ ഫോണിനകത്ത് ഫോണറിനകത്ത് നോക്കിയിട്ട് പറ്റിയില്ല. അതുപോലെ തന്നെ സാംസങ് J7 നോക്കി, അതും പറ്റിയില്ല. അപ്പം നിങ്ങളുടെ ഫോണിൽ പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ കണ്ടോ എൻ്റെ ഫോണിൽ നെറ്റ് ഓണാണ്. അപ്പോൾ നമുക്ക് നെറ്റ് ഓഫ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നെറ്റ് ഓഫ് ചെയ്യട്ടെ. നെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലൈറ്റ് മോഡ് ഇടാം. ഫ്ലൈറ്റ് മോഡ് താണ്ട് ഓണാക്കാൻ പോകാം. ഫ്ലൈറ്റ് മോഡ് താണ്ട് ഓണാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഫ്ലൈറ്റ് മോഡ് ഓണാണ്. നിങ്ങൾ ആ മണ്ട വശത്ത് നോക്കുമ്പോൾ ഫ്ലൈറ്റ് മോഡ് ഓൺ തന്നെയാണ്. അതിന് ശേഷം നമ്മൾ ഡയൽ ചെയ്യുന്ന ഭാഗം എടുക്കുക. പിന്നെ ലോഡാവാൻ ഇച്ചിരി താമസമുണ്ട്. ഇപ്പം ഡയൽ ചെയ്യുന്ന സംഭവം എടുത്തതിന് ശേഷം സ്റ്റാർ ആഷ് എന്നടിക്കുക. പിന്നെ 4636 എന്നും കൂടെ അടിച്ചതിന് ശേഷം സ്റ്റാർ ആഷ് അങ്ങ് അടിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് തനിയെ നിങ്ങൾക്ക് അങ്ങ് പോകും. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിനകത്ത് ഫോൺ ഇൻഫോമിനകത്ത് എടുക്കുക. അതിനുശേഷം താപ്പോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം താഴെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാം മൊബൈൽ റോഡൻ പൗഡ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആ സംഭവം നിങ്ങൾ ഓൺ ചെയ്യാൻ നോക്കുക. അത് നിങ്ങൾ എത്ര ഓൺ ചെയ്യാൻ നോക്കിയാലും ഇച്ചിരി പാടാണ്, താമസമാണ് അത് ഓണായി വരാൻ. അപ്പോൾ ഞാൻ ഓൺ ചെയ്യുന്ന പോലെ കുറേ നേരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇച്ചിരി സമയം എടുക്കുന്നുണ്ട് എൻ്റേത് ഇങ്ങനെ ഓണായി വരാൻ, ഇച്ചിരി സമയം എടുക്കും. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ട്രൈ ചെയ്യുമ്പോൾ അത് തനിയെ ഓണായിരിക്കുന്നതാണ്. ഉണ്ട്, ഇപ്പോൾ ഓണായിട്ടുണ്ട് ആ സംഭവം. ഓണായതിനു ശേഷം അവിടെ നെറ്റിൻ്റെ അവിടെ ഐഡിയ എന്ന് കാണിക്കും. അപ്പോൾ ആ നെറ്റിൻ്റെ അവിടെ ഐഡിയ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് ഓണായെന്നാണ് നിങ്ങൾക്ക് അർത്ഥം. അതിനുശേഷം അത് നമുക്ക് നെറ്റ് ഓൺ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നെറ്റ് ഓൺ ചെയ്യുന്നത്. ഐഡിയ എന്ന് പറയുന്ന സംഭവത്തിൽ ഞെക്കിയതിന് ശേഷം ആ നെറ്റ് ഓൺ ചെയ്തു. നെറ്റ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റത്തില്ല. മണ്ടയിൽ നോക്കിയാൽ മാത്രമേ ഐഡിയ 4G എന്ന് മാത്രം കാണും. യൂട്യൂബിൽ ഞാൻ കയറി കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടോ 4G തന്നെയാണ്. അടുത്ത് നമുക്ക് യൂട്യൂബിൽ കയറി നിങ്ങൾക്ക് കാണിച്ചു തരാം. യൂട്യൂബിലേക്ക് കയറിയിട്ടുണ്ട്. യൂട്യൂബിൽ കയറിയതിന് ശേഷം എന്താണ്ട് ലോഡായി, ഫുള്ള് ലോഡായിട്ടുണ്ട്. നമുക്ക് താപ്പോട്ട് സ്ക്രോൾ ചെയ്താലും എല്ലാം ലോഡായിക്കൊണ്ടിരിക്കും. നല്ല സ്പീഡൊക്കെ തന്നെയാണ്. ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നെറ്റ് കുറവുള്ള സ്ഥലത്തൊക്കെ നല്ല സ്പീഡ് കിട്ടാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഫ്ലൈറ്റ് മോഡിൽ നിങ്ങൾക്ക് നെറ്റ് ഓൺ ആക്കിയാലുള്ള ഉപകാരം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു വീഡിയോ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ലിയോ ജോസഫിൻ്റെ തന്നെ നമുക്ക് എടുക്കാം. ഇപ്പം ലോഡായിക്കൊണ്ടിരിക്കുന്നു. വീഡിയോ ലോഡായിട്ടുണ്ട്. വീഡിയോ ലോഡായി. ഞാൻ സൗണ്ട് ഓഫ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പം വെളിയിൽ നിന്ന് നോയിസ് സെൻസ് ഉണ്ട്, അതുപോലെ തന്നെ കോപ്പിറൈറ്റ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൗണ്ട് ഓഫ് ചെയ്തിട്ടേക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. കണ്ടു, ഇത് ലോഡാവുന്ന കാണുമ്പോഴേ നിങ്ങൾക്കറിയാം നമ്മുടെ ഫോട്ടോക്കാരൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് കുഴപ്പമൊന്നുമില്ല, നല്ല സ്പീഡിൽ തന്നെ ഓടുന്നുണ്ട്. നമ്മൾ ഇച്ചിരി അതിന് ഓടിച്ചു വിട്ട് കാണിച്ചു തരാം. കണ്ടു, ഓടിച്ചു വിട്ട് കാണുമ്പോഴും പെട്ടെന്ന് തന്നെ ലോഡായി വരുന്നുണ്ട്. അപ്പോൾ മണ്ടയ്ക്ക് നിങ്ങൾക്ക് കാണാം അവിടെ എത്ര KB ആണെന്നൊക്കെ സ്പീഡ്. ഇതിന് പ്രത്യേക ആപ്പൊക്കെ വേണമായിരുന്നു. അങ്ങനെയാണ് ആ KB സ്പീഡ് കാണിക്കുന്നത്. താഴോട്ട് ലോഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ പ്ലേ സ്റ്റോറിൽ കയറി കാണിക്കുന്നതായിരിക്കും. താഴോട്ട് ലോഡ് ചെയ്യുന്നതുകൊണ്ട് എല്ലാം ലോഡാവുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാതെ ലോഡാവുന്നുണ്ട്. അടുത്ത ഞാൻ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് കയറി കാണിച്ചു തരാം. പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം പ്ലേ സ്റ്റോറിൽ ഇതാണ്ട് ആപ്ലിക്കേഷനൊക്കെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ആപ്ലിക്കേഷൻ താണ്ട് ലോഡായിട്ടുണ്ട്. എല്ലാം താപ്പോട്ട് കണ്ട് നിങ്ങൾക്ക് താപ്പോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ലോഡായിക്കൊണ്ടിരിക്കും. കണ്ടോ, അടുത്ത ലോഡായിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്പീഡിൽ തന്നെ. ഇത് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ഫോണിൽ നെറ്റ് സ്പീഡിനൊക്കെ കുറവുണ്ടെങ്കിൽ നല്ല ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് പരിശ്രമം വിജയിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ ഇതിൻ്റെ ടെക്നിക്കൽപരമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇത് നിങ്ങളുടെ ഫോണിലൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ
പറ്റുമെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത്.